ഏറെ പ്രസ്താവനകൾ നാം കണ്ടിട്ടുണ്ട്. ഇതിലേറെയും നാം മറക്കുകയാണ് പതിവ്. ചിലത് കാലം കഴിഞ്ഞാലും തിരിഞ്ഞുകുത്തിക്കൊണ്ടിരിക്കും. അതാണ് ഇവിടെ കാണുന്നത്. യോഗി ആദിത്യനാഥിന്റെ പഴയ പ്രസ്താവനയാണ് കറങ്ങിത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. പാക് അധീന കാശ്മീർ സംരക്ഷിക്കാൻ പാകിസ്ഥാൻ ആകില്ല എന്നായിരുന്നു അന്ന് യോഗി പറഞ്ഞത്. പ്രധാനമന്ത്രി മോദി അധികാരമേറ്റ് 6 മാസത്തിനുള്ളിൽ പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകുമെന്നും യോഗി അവകാശപ്പെട്ടു. നരേന്ദ്രമോദി 3ാം തവണ പ്രധാനമന്ത്രിയായി അധികാരത്തിലേറിയാൽ 6 മാസത്തിനുള്ളിൽ പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകുമെന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പഴയ പ്രസ്താവനയെ പരിഹസിച്ച് കോൺഗ്രസ് കേരള ഘടകം രംഗത്തെത്തിയിരിക്കുകയാണ്. മോദിജിയെ तीसरी बार प्रधानमंत्री बनने दीजिए. अगले 6 महीने के अंदर आप देखेंगे कि पाक अधिकृत कश्मीर भी भारत का हिस्सा हुआ. ഇനി 12 മണിക്കൂർ ശേഷിക്കുന്നു. മോദിജിയെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അർദ്ധരാത്രി വരെ ഉറങ്ങരുത് എന്നാണ് കോൺഗ്രസ് കേരള എക്സിൽ കുറിച്ചത്. മെയ് 18 മഹാരാഷ്ട്രയിലെ പാൽഘറിൽ സംഘടിപ്പിച്ച റാലിയിൽ സംസാരിക്കുകയായിരുന്നു യോഗി. യോഗിയുടെ പ്രസ്താവനയ്ക്ക് ശേഷം 6 മാസം കഴിഞ്ഞതിനാലാണ് കോൺഗ്രസിന്റെ പരിഹാസം. മുമ്പ് എല്ലാവരുടെ അക്കൗണ്ടിലും വിദേശ നിക്ഷേപത്തിലെ കള്ളപ്പണം പിടികൂടി നിക്ഷേപിക്കുമെന്ന മോദിയുടെ പ്രസ്താവന ഓർമ്മയിൽ വരിക സ്വാഭാവികം. എത്ര കള്ളപ്പണക്കാർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന വിവരാവകാശ ചോദ്യത്തിലുള്ള മറുപടിയിൽ ഒരൊറ്റ FIR പോലും ഇല്ലെന്നത് വ്യക്തമാക്കിയതും ഈ നാട് കണ്ടതാണ്. വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാനാകില്ലെന്ന് യോഗിയായാലും മോദിയായാലും ഓർത്താൽ നന്ന്.